ഇന്നലെ രാത്രിയേ നമ്മടുത്ത് വന്നിടി അതില് തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് കിടക്കുന്നതും ആരൊക്കെ രാത്രി വന്ന് കിടക്കാൻ വന്നതൊക്കെ അതിൽ പറയുന്നത് ഒരു പ്രവാചക ചരിത്രം പറയണം. കാരണം നമ്മൾ റബി ലെവലിലേക്ക് പോവാണ്. ഞങ്ങൾ ഇന്ന് ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. ബിഗ് ബോസിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഒരിക്കലും കാണാൻ കൊള്ളാത്ത കാര്യം ബിഗ് ബോസിൽ കൂടെ തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ്. ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ ചോദിക്കണമെങ്കിൽ അത് ഡ്രസ്സൊക്കെ ഇട്ടാണോ പരിപാടി നടത്തുന്നത്. അതിന്റെ മിൻഷാദ എന്റെ മോനെ സ്കൂൾ വിട്ട് വന്ന പാടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ചാടി കയറിയതാണ്. ഓനക്ക് എന്തൊക്കെ ഇങ്ങോട്ട് പറയാണ്ട് അതുകൊണ്ട് ഒന്ന് കേൾക്കണേ. പറ, എന്തൊക്കെ പറയാനുള്ളേ? സ്കൂളിൽ എന്തോ പാട്ടൊക്കെ പഠിച്ചില്ലേ? കുഞ്ഞ പാട്ടാ പഠിച്ചിട്ടുള്ളേ? എന്ത് പാട്ടാ പഠിച്ചത്? അത് പാടിക്കൊടുത്താ. കുഞ്ഞേ കുഞ്ഞ് പരുകമീ ആര ആര അല്ലാവു നമ്മെ പഠിച്ച അല്ലാവു എല്ലാം നൽകൂ അല്ലാവു ഓമ്പാറ്റ് കണ്ടില്ല പൂക്കളയൊന്നും കണ്ടില്ല പൂമ്പച്ചക്ക് പൂവിനറിയെ പൂണ്ട അലക്കെ അല്ലാവു. വെരി ഗുഡ്. എങ്ങനെയുണ്ട് മറ്റേ പാട്ട്? അച്ഛന്റെ വീഡിയോ കണ്ടു. ഇന്റെ വീഡിയോ കണ്ട? എന്താ പറഞ്ഞ്? ഇതാണല്ലേ ഫക്രുതി ബന്ധാവൂരി എന്ന് ചോദിച്ചാ? അല്ല, അതിപ്പോ ലൈവായിട്ട് പറഞ്ഞ കേട്ടോ. അതൊന്നും എന്നോട് മുൻപ് പറഞ്ഞിട്ടില്ല. വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പൊ ടീച്ചറിന്റെ വീഡിയോ കാണുന്നുണ്ട് അല്ലേ? എന്റെ അസ്സലാമു അലൈക്കും സലാമൊക്കെ പറഞ്ഞാളിട്ടാ. ഈ വന്നിട്ട് ബൂസ്റ്റ് കഴിക്കണ്ടേ? കഴിച്ചില്ലല്ലോ. അവനക്ക് സ്കൂളിൽ നിന്ന് ഇതുവരെ സ്റ്റാർ കിട്ടിക്കണം. സ്കൂളിൽ നിന്ന് കിട്ടിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയിരിക്കണം. അവനക്ക് കിട്ടിയിട്ടില്ല. അമ്മ പഠിപ്പാണ്. അതെ, മൊത്തം എല്ലാവർക്കും കിട്ടി. പിന്നെ ഒക്കെ കിട്ടി. എനിക്ക് മാത്രമേ കിട്ടാത്ത. ഓൻ എപ്പോഴും ലീവാ? അത് ശരി. അപ്പൊ എനിക്ക് ഇൻഷാ അല്ലാഹ് സ്റ്റാർ കിട്ടും അല്ലേ? അപ്പൊ ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് കാര്യങ്ങൾ പറയട്ടെ. ഈ പോയിട്ട് ബൂസ്റ്റ് കഴിക്കൂലേ? എന്നാ ഓക്കെ, എല്ലാവരും അസ്സലാമു അലൈക്കും പറയും. അങ്ങനല്ല, ഈ അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പൊ ഓക്കെ. അപ്പൊ മോന് ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് വരുന്നത്. സ്കൂൾ വിട്ടെന്ന് പറഞ്ഞ് എന്തോ കാര്യം പറയാണ്ട് പറഞ്ഞ് കയറിയിരുന്നതാണ്. അപ്പൊ ഈ ബിഗ് ബോസിന്റെ കാര്യത്തിൽ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരങ്ങള് അതിൽ വന്നൊരു വീഡിയോ, ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്ക്. അതിൽ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് കിടക്കുന്നതും ആരൊക്കെ രാത്രി വന്ന് കിടക്കാൻ വന്നതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇന്നലെ രാത്രിയേ ഞാനും അവളും കൂടെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ ഇവൻ എല്ലാരും ഉറങ്ങി, ഞാനും ഇല്ല ഉറങ്ങാൻ. മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മടുത്ത് വന്നിടി, നമ്മടുത്ത് വന്ന് കിടന്ന് ചെറിയ കേട്ടപ്പേ. എന്നിട്ട് ഞാൻ എടുത്ത് അപ്പുറത്ത് കിടന്നാലോ എന്റെ അടുത്ത് സൈഡില്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓടിച്ചിട്ട് അതെന്റെ വീണ്ടും എന്നിട്ട് വരെ എനിക്ക് 2 ചേച്ചിമാരുടെ സ്നേഹം വേണം. എന്നിട്ട് രാത്രി കിച്ചണിൽ നിന്ന് തക്കാളി എടുത്തോണ്ട് വന്ന് ഞങ്ങളുടെ ബെഡിൽ ഒന്ന് കിടന്ന് ഉറങ്ങി എടുത്തോണ്ട് വെച്ച് കഴിക്കുന്നു. തക്കാളി കളറാ? തക്കാളിയല്ല, മൊത്തത്തിൽ ഒരു കളറാ. ഇങ്ങനെ മൊത്തത്തിലൊരു കള്ളന്മാരുടെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ബിഗ് ബോസിലുള്ളത്. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഒരു സാമൂഹിക ദുരാചാരമാണ്. തുറന്ന ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ബിഗ് ബോസ്. അതിനെ ഒരു കുടുംബത്തിൽ പിറന്ന ആളുകൾക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു പരിപാടിയല്ലേ നമ്മളിത് പറയുന്നത്. പലരും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വീണ്ടും ഈ ഒരു ബിഗ് ബോസിന്റെ കാര്യം പറയുന്നത്? നിങ്ങൾക്ക് വേറെ എന്തൊക്കെ സബ്ജക്റ്റുകളുണ്ട്? വേറെ ഒരുപാട് സബ്ജക്റ്റുകളും പറയാറുണ്ട്. ബിഗ് ബോസിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ നമ്മൾ തുറന്ന് പറഞ്ഞേ പറ്റൂ. ഇത് ഏഷ്യാനെറ്റ് ഡച്ച് എന്താ പറയാ ചാനലുകളിൽ നിന്നാണ് ഇത്തരം ഒരു ഐഡിയ കടമെടുക്കുന്നത്. നമ്മുടെ എല്ലാ ഭാഷകളിലും ഇത്തരം ബിഗ് ബോസുകളുണ്ട്. ആ ബിഗ് ബോസിലൊക്കെ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ അവിടുത്തെ ആളുകൾ വിമർശിക്കാറുണ്ട്. ഇതിൽ വന്ന് മറ്റൊരു വീഡിയോ ഒന്ന് കണ്ടുനോക്കി. എത്രത്തോളം പക്വമതി ഇല്ലാതെ അല്ലെങ്കിൽ എത്രത്തോളം അപക്വമായിട്ടാണ് ആളുകൾ പെരുമാറുന്നത് എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാരും ചൂടാമക്കളാ.
നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് ശരിക്കും ടാസ്കുകൾ പൂർത്തീകരിച്ച് ജയിക്കില്ല. പരസ്പരം തെറി പറയാ, പ്രകോപിപ്പിക്കുക, ഇവരുടെ ഒക്കെ നിലവാരം കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ആളുകളിലേക്ക് എത്തുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ബിഗ് ബോസ് ഒരു സാമൂഹിക ദുരാചാരം എന്ന് പറയുന്നത്. ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ ഒരാൾ അനുമോട് പറയണ്ടായി ആളുകളുടെ വസ്ത്രധാരണ, ഇതൊക്കെ നമ്മുടെ മലയാളികൾ കാണുന്നില്ല. അതിന്റെ ഉള്ളിലുള്ള ആളുകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് അതിലെ മത്സരാർത്ഥികൾ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ നേരത്തെ ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അതിന്റെ പരിപാടി തുടരുന്നുണ്ട്. അതെന്തോ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മത്സരാർത്ഥികൾ നിയമം ലംഘിച്ച് ലിപ്സ്റ്റിക് ഇട്ടു. അത് ബിഗ് ബോസ് ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ബിഗ് ബോസ് പിണങ്ങി പോയിട്ട് താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്തിവെക്കാന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ വീണ്ടും പരിഹരിച്ച് ബിഗ് ബോസ് തുടങ്ങി. ഇതിപ്പോ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരാൾ മാത്രമാണ് പുറത്തായത്. ഇതൊരു തുറന്ന ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി. ആർക്ക് ആരെ കൂടെയും കിടക്കാം, തലചായ്ച്ച് കിടക്കാം, ഭക്ഷണം വാരിക്കൊടുക്കുക, കുറെ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ കുടുംബം ഒന്നിച്ച് കാണുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് കാണിക്കാത്തത്. ഇത് നല്ല രീതിയിൽ ടാസ്ക് പൂർത്തിയാക്കിയിട്ട് നല്ല മൈൻഡ് ഗെയിം കളിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. കാരണം അത്രയും മൈൻഡ് ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ അത്രയും കാലിബറുള്ള ആൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഇതല്ല, ഇതിനപ്പുറം തറയാണ്, കീടാണുമാണ്, അടിത്തറയാണ്. ഇതിൽ പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല ഒരു കണ്ടന്റ് പോലും ഇല്ലാത്തൊരു പരിപാടി. ഇപ്പൊ നിങ്ങളുടെ ഒരു മനസ്സിലുണ്ടാവും, ഇയാളിത് പറഞ്ഞത് കൊണ്ടല്ലേ ഞങ്ങൾ അറിഞ്ഞത്. നമ്മളൊരു കാര്യത്തിനെ അറിയിക്കുന്നത് അതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടി, അല്ലാതെ നിങ്ങളത് കാണാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇത് തന്നെ കണ്ടാൽ മതി. അല്ല, ഞാൻ ഇന്നൊരു വീഡിയോ പറയുമ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ഒരു പ്രവാചക ചരിത്രം പറയണം. കാരണം നമ്മൾ റബീഉൽ അവ്വലിലേക്ക് പോവുകയാണ്. ഈ ഒരു വീഡിയോ ഇവിടുന്ന് തുടക്കം മുതൽ കണ്ട ആളുകൾ, എന്നെ പ്രാഗി പറഞ്ഞ ആളുകളുണ്ടാവും, നിങ്ങൾ ബിഗ് ബോസ് പറഞ്ഞ എന്തിനാണ്? ഈ ഒരു കഥ പറയാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു കഥ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കഥ മുമ്പ് നിങ്ങൾ കേട്ട ആളുകൾ, ഞാൻ ഈ പറയുന്ന ഒരു പ്രവാചക ചരിത്രം നിങ്ങൾ കേട്ട ആളുകളാണെങ്കിൽ ഒന്ന് താഴെ വിവരങ്ങൾ പങ്കുവെക്കണം. കേൾക്കാത്തവരാണെങ്കിൽ ആ വിവരം പങ്കുവെക്കണം. ആദ്യമായിട്ട് കേട്ടതാണെന്നുള്ളത്. അപ്പോൾ ഹബീബായ നബിയും അബൂബക്കർ റളിയല്ലാഹു കൂടി ഹിജറ പോയിട്ട് ഇവർ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായല്ലോ. ഹബീബായ നബി അവിടുത്തെ പാറമ്പ ക്ഷീണിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു സന്ദർഭം ചരിത്രങ്ങൾ കാണാം. ഹബീബായ നബിക്ക് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു തൻ്റെ ഡ്രസ്സും കാര്യങ്ങളും തൻ്റെ കയ്യിലെ വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്ത് ഹബീബായ നബി 2-2.5 ദിവസമായിട്ട് നല്ലപോലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഹബീബായ നബി ശാന്തമായിട്ട് കിടന്നുറങ്ങാണ്. അപ്പൊ അവിടെ ഒരുപാട് ഭയമുണ്ട്, ശത്രുക്കൾ വരുമോ? കാരണം 100 ഒട്ടകങ്ങളൊക്കെ ഇനാം പ്രഖ്യാപിച്ചത് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ പിന്നാലെ വരാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും അപകടമുള്ള സാഹചര്യം. ആ സമയത്ത് ഹബീബായ നബി വിശപ്പും ദാഹവും ക്ഷീണവും കാരണം കിടന്നുറങ്ങാണ്. ആ ഉറങ്ങുന്ന ഉറക്ക് തന്നെ എന്തൊരു മനോഹരാണെന്ന് അറിയോ? അബൂബക്കർ റളിയല്ലാഹു അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഒരു വെള്ളം കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് നടക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ആ പാറ ഇന്ന് അവിടെ ഉണ്ട് കേട്ടോ. സൗർ ഗുഹയിൽ അവരാ കിടന്നിരുന്ന ആ ഒരു പാറ ഇന്ന് അവിടെ ഉണ്ട്. ആ പാറയുടെ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. അതായത് പൊട്ടിയൊരു ഭാഗമാണ്. അവിടെ ഒരു പാത്രം പോലെ ലേശം ഒരു കുഴിയുള്ള എന്തെങ്കിലുമൊക്കെ വെള്ളമോ മറ്റൊക്കെ ശേഖരിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ആ പാത്രം എടുത്തിട്ട് പോകുമ്പോൾ ഒരു ആട്ടിടയനെ കണ്ടു. ആ ആട്ടിടയനോട് പറഞ്ഞു, കുറച്ച് പാല് തരാമോ എന്നുള്ളത്. അപ്പൊ ആട്ടിടയൻ പറഞ്ഞു, ഇതൊന്നും എന്റേതല്ല, യജമാനന്റെ ആടുകളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുവാദമില്ല, തരാൻ പറ്റില്ല. അതിൽ അപകടം മനസ്സിലായി, ഇവനൊരു നല്ല എന്താ പറയുക സത്യസന്ധനാണ്. കാരണം അല്ലെങ്കിൽ ഇവൻ ഈ പാല് തരുമായിരുന്നു. അപ്പൊ ആ ഒരു അകിടൊട്ടിയ ഒരു പ്രസവമൊന്നും ഇല്ലാത്ത ഒരു നടക്കാൻ പോലും കഴിയാത്ത അവിടെ കിടക്കുന്ന ഒരാടിനെ കണ്ടു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ ബാലൻ പറഞ്ഞു, അതിന് പാലില്ലല്ലോ, അതിന് പാല് കിട്ടൂല, ഇനി വേണമെങ്കിൽ ഇങ്ങനെ കിട്ടുമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് അത് കളിയാക്കി പറഞ്ഞതാണ്, കിട്ടൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു കൈവച്ചതോടെ ആ ഒരു മൺപാത്രം, ആ ഒരു കരിങ്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പാറ പോലത്തെ ആ പാത്രത്തില് അതിൽ വേണ്ടുവോളം പാലെടുത്തപ്പോൾ ഈ കുട്ടി അത്ഭുതപ്പെടുകയാണ്. ആ പാലുമായിട്ട് നേരെ ഹബീബാ നബിയുടെ ചെല്ലാണ്. ഹബീബാ നബി വിശപ്പും ദാഹവും മൂലം കിടന്നുറങ്ങാണ്. എന്നിട്ട് ഹബീബാ നബി ഉണരുന്നത് വരെ ആ പാലിട്ട് ഇങ്ങനെ നിന്നു. അതാണ് മര്യാദ. നബി ഉണർന്നപ്പോ കാണുന്നത് അബൂബക്കർ റളിയല്ലാഹു പാലിട്ട് നിൽക്കണം. വേഗം ആ പാല് വാങ്ങി കുടിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞൊരു വാചകം ഹദീസിലെ കാണാം, എന്റെ കൽബ് നിറയുന്നത് വരെ അങ്ങ് കുടിക്കൂ എന്ന്. അതായത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൽബ് നിറയുന്നത് വരെ അങ്ങ് കുടിക്കൂ. സ്നേഹമുള്ള ആളുകൾ കുടിക്കുമ്പോൾ നമ്മുടെ ഒരു കൽബ് ഒരു നിറച്ചിലുണ്ട്. ഹബീബായ നബിയോടുള്ള സ്നേഹം അങ്ങനെയാണ്. ഈ സ്നേഹമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ ഈ ബിഗ് ബോസിനേക്കാളും ഒക്കെ നമ്മൾ പ്രണയിക്കേണ്ടത് ഹബീബായ നബിയാണ്. ഈ ഒരു റബീഉൽ അവ്വൽ വരാൻ പോവാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ കഥകൾ നമ്മൾ കേട്ടാൽ മാഷാ അല്ലാഹ് ആ കഥകളിലൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ കഥ പറഞ്ഞു കൊടുത്താൽ, ഞാൻ തന്നെ മറക്കാതിരിക്കാനാണ് അറിയുന്ന കഥകൾ വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോയവരാണെങ്കിൽ അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ കാരണമായി, തീരെ കേൾക്കാത്തവരാണെങ്കിൽ പുതിയൊരു കഥ പഠിച്ചു, ആ കഥകൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കി, അതോടെ നിങ്ങളുടെ മനസ്സിലത് ഹൃദ്യവും. ഇങ്ങനെ നമുക്ക് ഈ ഒരു നിബിദിനത്തിന്റെ അന്ന് ഒരുപാട് കഥകളും ചരിത്രങ്ങളും നമ്മൾ പഠിക്കണം, അറിയണം, അത് പ്രചരിപ്പിക്കണം. അതൊരു വലിയ സൽക്കർമ്മ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോന്റെ ബിഗ് ബോസ് എന്നൊരു പേര് ഞാൻ പറഞ്ഞതുകൊണ്ട്, ബിഗ് ബോസിന്റെ ഒരു ഹെഡിങ് വെച്ചത് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ, ഈ വീഡിയോ നിങ്ങൾ തള്ളിക്കളയല്ലേ. ഇതിൽ ഏറ്റവും അമൂല്യമായ ഒരു ഹബീബായ നബിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ആ ചരിത്രമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇനിയും ചരിത്രങ്ങൾ പഠിക്കാനും പഠിയുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ബിഗ് ബോസിലുള്ള നെറികേടുകൾ ഞാൻ ഇനിയും തുറന്നു പറയും, ഇനിയും തുറന്നു കാണിക്കും. അതിന്റെ പിന്നിലുള്ള സ്വവർഗ ലൈംഗികതയുള്ള പ്രോത്സാഹനം ഇൻഷാ അല്ലാഹ്
അടുത്ത വീഡിയോ ഞാൻ അതിനെയാണ് ഞാൻ പറയാൻ പോണത്. നിങ്ങളുടെ പിന്തുണയുണ്ടാവണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.